ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയത്തിൽ ബാല്യം മുതൽ വേദപാഠത്തിലും ദിവ്യബലിയിലും മറ്റ് എല്ലാ തിരുക്കർമ്മങ്ങളിലും പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ബാല്യത്തിൽ ഇവിടെയുള്ള ലത്തീൻ ക്രമത്തിലുള്ള ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിച്ചതാണ്. പഴയ ദേവാലയത്തിൽ നിത്യതയിലേക്ക് വിളിക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പീറ്റർ ബെർണാഡ് പെരേര തിരുമേനി ദിവ്യബലി അർപ്പിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നു. അതിനുശേഷം നമ്മുടെ അഭിവന്യ പിതാവ് സൂസപ്പാക്യം തിരുമേനി ദിവ്യബലി അർപ്പിച്ചതും ആ ദിവ്യബലിയിൽ പങ്കെടുത്ത് ആൾട്ടർ ബോയിയായിട്ട് സഹകരിക്കാനും സാധിച്ചത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ പുതിയ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തുടക്കം മുതൽ ഇതിൻ്റെ ആശീർവാദ കർമ്മം വരെ എനിക്ക് സജീവമായി പങ്കെടുക്കാനും സാധിച്ചു. എന്നോടൊപ്പം അന്ന് ഈ ഇടവകയിലുണ്ടായിരുന്ന യുവജന സംഘടനയിലെ എല്ലാ അംഗങ്ങളും സജീവമായി സഹകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിലെ അടിത്തറയിട്ട് പരിശീലിപ്പിച്ചത് നിത്യതയിലേക്ക് വിളിക്കപ്പെട്ട ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള ബെനഡിക്ട് ജോസ് അച്ഛനാണ്. അച്ഛൻ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും പരിശീലിപ്പിക്കുകയും അതിനോടൊപ്പം അച്ഛൻ സഹകരിക്കുകയും ചെയ്തു. ഈ ഇടവകയിൽ ഒരു ഗായക സംഘം രൂപീകരിക്കുന്നതും അച്ഛൻ്റെ കാലത്താണ്. അച്ഛൻ തന്നെ ഇവിടുത്തെ യുവജനങ്ങളെ ഹാർമോണിയം പഠിപ്പിക്കുകയും തബല പഠിപ്പിക്കുകയും മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിപ്പിക്കുകയും ചെയ്ത് നല്ലൊരു ഗായക സംഘം ആ കാലഘട്ടത്തിൽ ഞങ്ങൾ രൂപീകരിച്ചു. ഈ ഗായക സംഘത്തിൽ തന്നെ മറ്റ് പല ഇടവകകളിലും തിരുനാളുകളിലും വിവാഹത്തിനും പോയി പാടാൻ സാധിച്ചു എന്നുള്ളതും ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്നു. ഈ ദേവാലയത്തോടൊപ്പം ഈ രീതിയിൽ വളർന്നതിനാൽ ഇന്നും അടിയുറച്ച ക്രിസ്തീയ വിശ്വാസത്തിൽ വളരാൻ എനിക്ക് സാധിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.